കാസർഗോഡ് ജീവനൊടുക്കാൻ പെൺകുട്ടിയുടെ ശ്രമം. രക്ഷിച്ച് വാഹനത്തിൽ കൊണ്ടുപോകും വഴി വാഹനാപകടത്തിൽ മരണം. ഒടുക്കം അവൾ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ അവളെത്തി. അവളുടെ ആഗ്രഹം സഫലമായി. എന്താ പറയുക, അവിടുന്ന് കോമഡി പറയാൻ തോന്നണില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിസ്സാര കാര്യത്തിനൊക്കെ ആയിരിക്കും ആത്മഹത്യക്ക് നോക്കണം. ഈ ജീവൻ ഒടുക്കിയാൽ എല്ലാം അങ്ങ് തീരും എന്നുള്ളതാണ്. പക്ഷെ നമുക്കൊരു ലൈഫ്, നമ്മളെപ്പോഴാണെങ്കിലും മരിക്കും. അതൊക്കെ ഒന്നിനും നമ്മളെ വേദനിപ്പിച്ച ആൾക്കാരെ ഓർത്തോ നമുക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഓർത്തോ കളയേണ്ടതാണോ നമ്മുടെ ജീവൻ? ആണോ? അല്ല. നമ്മൾ ജീവിച്ച് തീർക്കുക. നമ്മളെ പറ്റുന്ന പോലെ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ നമ്മുടേതായിട്ട് ഇഷ്ടവും നമ്മുടെ ഫാഷനുമായിട്ട് മുന്നോട്ട് പോകും. ചില ആൾക്കാരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. എല്ലാവരും നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുമെന്ന് ഓർത്തുകൊണ്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല. എല്ലാവരും നമ്മളെ പക്ഷെ വേദനിപ്പിക്കാനേ ആൾക്കാർ നോക്കൂ. അധികം തളർന്ന് കിടത്താനേ ആൾക്കാർ നോക്കുകയുള്ളൂ. വീട് കിടന്ന് ചിരിക്കാനേ ആൾക്കാർ നോക്കുകയുള്ളൂ. അല്ല നമ്മളെല്ലാവരും എന്ന രീതിയിൽ നോക്കും, നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാണ്. അപ്പം നമുക്കൊരു ജീവിതമുണ്ട്. നമുക്ക് എപ്പോൾ പോകണമെന്ന് ദൈവം തീരുമാനിക്കണം അപ്പോൾ പോവാം. അല്ലാതെ നമ്മൾ സ്വയം ഒന്ന് ചാവാൻ നിന്ന് കൊടുക്കരുത്. ഇത്ര ആരായാലും നമ്മൾ എന്ത് സാഹചര്യം ഉണ്ടായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഉള്ളൊരു ജീവൻ, ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ നമ്മളായിട്ട് തന്നെ മരണത്തെ ക്ഷണിച്ചു വരണ്ട. അത് മരണത്തെ തേടി അങ്ങോട്ട് പോകണ്ട, നമ്മളെ തേടി മരണം വരും. ആ സമയം പോവുക. ഈ ആത്മഹത്യയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ആത്മഹത്യയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞത് വലിയ എന്തിനും പരിഹാരമല്ല. ഒരു ജീവനുള്ളൂ. നമുക്ക് ഇനി ആയുസ്സുകളുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. നമ്മളെ വേദനിപ്പിക്കുന്ന ആൾക്കാരെയൊക്കെ വിട്ട് നമ്മുടേതായിട്ടൊരു കംഫർട്ട് സോണിൽ ജീവിക്കുക. ലൈഫ് പിന്നെ കളറാവും. പിന്നെ ആത്മഹത്യയെക്കുറിച്ചോ ഡിപ്രഷനൊന്നും നമ്മുടെ മനസ്സിൽ തോന്നില്ല.